ബൂത്തിലേക്ക് കൃത്യം 25 നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്, മെയ് 4-ന് വോട്ടെണ്ണൽ. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തോടൊപ്പം തമിഴ്നാട്ടിലും ഒറ്റ ദിവസമായാണ് വോട്ടെടുപ്പ്. 23-നാണ്, ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. 2 ഘട്ടങ്ങളായി ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കും. പുതുച്ചേരിയിലും ഒപ്പം അസമിലും കേരളത്തിനൊപ്പം ഏപ്രിൽ 9-ന് തന്നെയാണ് വോട്ടെടുപ്പ്. CPM അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പാലക്കാട് ഉൾപ്പെടെ ചിലയിടങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. CPI-യും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ മന്ത്രിമാരെല്ലാവരും തന്നെ കളത്തിലിറങ്ങുന്നു. ഒല്ലൂരിൽ കെ രാജൻ തന്നെയാണ് ഇളവ് നേടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതാ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. VK പ്രശാന്തിന്റെ പ്രചാരണം. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരിമോഹൻ, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിൽ തന്നെ കളറാക്കി തുടങ്ങിയിരിക്കുന്നു VK പ്രശാന്ത്. വിനിത, സംശയം വേണ്ട, അടിമുടി കളറാക്കി തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. തുടക്കത്തിൽ ഒരു ബൈക്ക് റാലി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി. അതിനുശേഷം ഇങ്ങോട്ട് ബൈക്കുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. വഴിയിലുടനീളം സ്വീകരണം ഉണ്ടായിരുന്നു. ചുവന്ന ബലൂണുകൾ, ഒടുവിൽ പടക്കം പൊട്ടിച്ച വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ VK പ്രശാന്തിനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏറെക്കുറെ വാഹനജാഥ റോഡ് ഷോ പൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ആദ്യത്തെ എഡ്ജ് തന്റെ റോഡ് ഷോയോടുകൂടി VK പ്രശാന്ത് നേടുന്ന കാഴ്ചയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥാനാർത്ഥികളും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഇതിനു മുകളിൽ പ്രചാരണം നടത്താനുള്ള ശ്രമങ്ങളായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക. കാരണം അത്രത്തോളം പ്രചാരണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ മാത്രമേ വട്ടിയൂർക്കാവിൽ എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ചരിത്രം തന്നെ വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ പ്രവർത്തകർ VK പ്രശാന്തിനെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇനിയിപ്പോൾ നാളെ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം, നമ്മളുടെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം നാളെ പ്രഖ്യാപിക്കും. അതിനുശേഷം R ശ്രീലേഖയുടേത് മറ്റന്നാൾ BJP R ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും ഒരൊറ്റ ചിത്രത്തിന്റെ ഭാഗമായി വരികയാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ ചിത്രത്തിലേക്ക് വരുന്ന കാഴ്ച 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ തന്നെ 3 പേരും ഒരേ നിലയ്ക്ക് തന്നെ പ്രചാരണം നയിക്കാൻ കഴിവുള്ളവരാണ്, ഒരേ നിലയ്ക്ക് തന്നെ പോരാട്ടം നയിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലെ പോരാട്ടം പ്രവചനാതീതമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഈ വട്ടിയൂർക്കാവ് 2011-ലും 2016-ലും ഒക്കെ തന്നെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു. അതിനുശേഷം LDF-നെ പിന്തുണച്ചിരുന്നു. അതിനുശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് VK പ്രശാന്ത് വന്നു. പക്ഷെ അതേ സമയത്ത് അപ്പുറത്ത് BJP-യുടെ ഭൂരിപക്ഷവും വർദ്ധിച്ചു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJP-യുടെ വോട്ട് വിഹിതം വർദ്ധിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 3 മുന്നണികളും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകൾ വെക്കുന്ന മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അതിന് അവരവരുടേതായ കാരണങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ VK പ്രശാന്തിന് അപ്പുറത്തേക്ക് ഒരു പേര് CPM-നെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് VK പ്രശാന്ത് ഒരുപക്ഷെ കഴക്കൂട്ടത്തേക്ക്, അതായത് തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള ചില സാധ്യതകളുണ്ട്. കഴക്കൂട്ടത്ത് VK പ്രശാന്ത് പോകുമ്പോൾ വട്ടിയൂർക്കാവിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്നതടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. CPM-നെ സംബന്ധിച്ച VK പ്രശാന്തിന്റെ പേര് തന്നെയാണ് ആദ്യത്തെയും അവസാനത്തെയുമായി വട്ടിയൂർക്കാവിൽ തെളിഞ്ഞു വന്നിരുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയെ CPM വെച്ച് പുലർത്തിയില്ല. അതേസമയം വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ പേരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായി തുടക്കം മുതൽക്കുണ്ടായിരുന്നത്. K മുരളീധരനും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കാരണം താൻ മുൻപ് 2 വട്ടം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ തനിക്ക് പരിചയമുണ്ട്. പരിചയസമ്പന്നത തന്നെ തന്റെ വിജയത്തിലേക്ക് നയിക്കാൻ കാരണമാകും എന്നുള്ളതാണ് K മുരളീധരൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ആ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് നാളെ കാണാൻ കഴിയുക. ഒപ്പം R ശ്രീലേഖ വട്ടിയൂർക്കാവ് BJP-യുടെ A ക്ലാസ് മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അണിനിർത്തേണ്ടതുണ്ട്. ഇടയ്ക്ക് പറഞ്ഞു കേട്ട പേരുകൾ എന്ന് പറയുന്നത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റേതാണ്. അതിനുശേഷം പാലക്കാട്ടേക്ക് പോയ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേട്ടു. അതിൽ അപ്പുറത്തേക്ക് കൂടുതൽ പേരുകൾ, അതായത് നടൻ കൃഷ്ണകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടു. അങ്ങനെ പല പേരുകളിലേക്ക് പോയെങ്കിലും ആദ്യം ചർച്ച ചെയ്ത R ശ്രീലേഖ എന്നുള്ള ആ പേരിലേക്ക് മുൻ DGP-യും ശാസ്തമംഗലം കൗൺസിലറുമായ R ശ്രീലേഖയിലേക്ക് തന്നെ വന്നു. അതായത് VK പ്രശാന്തും R ശ്രീലേഖയും തമ്മിലുള്ള ഒരു വാക്ക്
പോര് ഒരു ചില പ്രശ്നങ്ങൾ നമ്മൾ തുടക്കത്തിൽ കണ്ടിരുന്നു. അതായത് ആർ ശ്രീലേഖ കൗൺസിലറായി വന്ന സമയത്ത് വി കെ പ്രശാന്തിന്റെ MLA ഓഫീസ് ഒഴിയണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരികയും അതിനെ ചൊല്ലി ഇരുവരും തർക്കിക്കുകയും ചെയ്യുന്നത്. അതിനൊടുവിൽ വി കെ പ്രശാന്ത് സ്വയം സന്നദ്ധനായി ആ MLA ഓഫീസ് അവിടെ നിന്ന് ഒഴിഞ്ഞ് വട്ടിയൂർക്കാവിലെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുകയായിരുന്നു. ആ സമയത്ത് താൻ മറ്റൊരു പ്രശ്നത്തിനും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു വി കെ പ്രശാന്ത് ചെയ്തത്. പക്ഷെ എങ്കിൽ പോലും ഈ മണ്ഡലത്തിലേക്ക് വീണ്ടും മത്സരത്തിനിറങ്ങുന്ന വി കെ പ്രശാന്തും ആ മത്സരത്തിലേക്ക് വട്ടിയൂർക്കാവിൽ റോഡ് ഷോയുടെ അവസാനമാണ്. ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാ റോഡ് ഷോയൊക്കെ ഇരുട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നേരം ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ മീനച്ചൂടിൽ അതിനേക്കാൾ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂട്, തെരഞ്ഞെടുപ്പ് ആവേശമാകും കാണുന്നത്. LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രമാണ് പ്രഖ്യാപനം വരാനുള്ളത്. UDFും NDAയും അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ അതിന്റെ പ്രചാരണം ആവേശത്തിലേക്ക് കിടക്കും. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും നമ്മൾ കാണും. റിപ്പോർട്ടർ ഇലക്ഷൻ ചാനൽ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ.